ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ്റെ ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Ten of Swords, Page of Pentacles, Three of Swords, Six of Cups, Nine of Swords. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇമോഷണൽ ഡാമേജ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഹേർട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് നമ്മളുടെ ഒരു ഹാർട്ട് ബ്രേക്ക് എന്ന് പറയുന്ന പോലെ അത്രയേറെ പെയിൻ ഇതിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം, ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവാം. സ്റ്റിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു മുക്തി കിട്ടാത്ത വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരത് ഓവർകം ചെയ്ത് വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻ കാര്യങ്ങളൊക്കെ കാലക്രമേണ കുറഞ്ഞു വരാറുണ്ട്. ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. സ്റ്റിൽ ഇത് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥവും സമാധാനവുമായിട്ട് ഉറങ്ങിയിട്ട് പോലും നാളുകളായിട്ടുണ്ടാവാം. അത്രയേറെ പെയിൻ, വിഷമം കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി, നിങ്ങളുടെ എനർജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തരംതിരിച്ച് പറയുന്നില്ല. രണ്ടു പേർക്കും രണ്ട് തരത്തിൽ ചിലപ്പോൾ പല രീതിയിൽ കാര്യങ്ങൾ ഫീൽ ആവുന്നുണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. കറൻലി തീർത്തും നോ കോൺടാക്റ്റ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. ചിലരെ സംബന്ധിച്ച് ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു പോരാൻ കഴിയുന്നില്ല. എപ്പോഴും ആ ഒരു പാസ്റ്റാണ് മനസ്സിനകത്തുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു നല്ല മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ഒക്കെയാണ് മനസ്സിനകത്തുള്ളത്. ഇതിൽ നിന്ന് വിട്ടു പോരാനായിട്ട് കഴിയാതെ അല്ലെങ്കിൽ ഇതിൽ തന്നെ മുങ്ങിത്താഴുന്ന വ്യക്തികളുടെ എനർജി എന്ന് തന്നെ പറയാം. പക്ഷേ പതിയെ പതിയെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വന്നു തുടങ്ങുന്നത് പോലും ഈ ഒരു സമയത്തായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഇൻസിഡൻസ് നടന്നിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിൽ പോലും അതെന്താണ്, ഏതാണ്, എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റം സംഭവിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കും. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുന്നത് ഈ ഒരു സമയത്താണ് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ പല നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിലൊന്നും സന്തോഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് തന്നെ മനസ്സ് സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വേറെ ഒന്നിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. ഓൺലി ഈ ഒരു റിലേഷൻഷിപ്പാണ് മനസ്സിനകത്തുള്ളത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരുപാട് മനസ്സിൽ കൊണ്ട് നടന്നിട്ടുള്ള, സ്നേഹിച്ചിട്ടുള്ളവരുടെ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു പരിധി വരെ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും പല രീതിയിൽ ഈ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം കയറി നിൽക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിനി അവർക്കായിട്ടുള്ള ഒരു സ്പ്രെഡ് എടുക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെയധികം ആ ഒരു വിഷമവും സങ്കടാവസ്ഥയിലൂടെയൊക്കെ പോകുന്നവരാണ്. അതൊന്നും ഓവർകം ചെയ്ത് പോകാൻ പോലും സാധിക്കാത്ത വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി നോക്കാം, ഈ ഒരു വ്യക്തി ഈ സാഹചര്യത്തിലും റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ക്രോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ, എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന് നോക്കാം.
The Emperor, Knight of Wands, Page of Wands, Knight of Swords, King of Wands, Nine of Pentacles, Star, Knight of Pentacles, Eight of Wands, Page of Pentacles, Judgment, Five of Swords, Three of Swords, Four of Pentacles, Justice, Nine of Cups. ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അതായത് ഇവിടെയുള്ള നമ്മൾക്ക് നോക്കുമ്പോൾ ഇനിഷ്യൽ എനർജീസിലെല്ലാം ഈ ഒരു വ്യക്തി വളരെ കാര്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഒരു സ്ട്രോങ് വൈബ്രൻ്റ് അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു. നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു തീവ്രത, ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്കവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ അവരെവിടെയാണ്, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ലെവൽ എന്ന് പോലും ആലോചിക്കാതെ നിങ്ങളിലേക്ക് വരാനായിട്ട് അത്രയേറെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മേ ബി ഈ ഒരു പേഴ്സൺ കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ വളരെ റെസ്പെക്റ്റബിൾ പൊസിഷനിലുള്ള ഒരു പേഴ്സണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ ബഹുമാനിക്കുന്ന ഒരു പേഴ്സണോ ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള അവരുടെ ആ ഒരു പ്ലേസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സൊസൈറ്റിയിലെ പ്ലേസ് എന്താണ്, അല്ലെങ്കിൽ അവരിപ്പോൾ അലങ്കരിക്കുന്ന ആ ഒരു പൊസിഷൻ എന്താണ് എന്ന് പോലും നോക്കാതെ അവർക്ക് തീവ്രമായിട്ട് നിങ്ങളെക്കുറിച്ചൊരു ആഗ്രഹം, താല്പര്യമൊക്കെ തോന്നുന്ന ഒരു എനർജീസ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയുള്ള ഈ ഒരു എനർജീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയധികം ഫിസിക്കലി പോലും നിങ്ങളോട് അത്രയും താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന എനർജി, അതും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളും കൂടി ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉള്ളതായിട്ട് കാണാം. അതായത് ഇവിടെ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സിലേക്ക് വരുമ്പോൾ ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു വികാരങ്ങൾ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്ന് തന്നെ പറയാം. അതായത് നിങ്ങളോട് ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കുള്ള ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആക്ഷൻ എടുക്കണം. നിങ്ങളുടെ ആ ഒരു നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം. നിങ്ങൾക്കൊന്ന് മെസ്സേജ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കുറച്ചൊന്ന് ഇവർ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, പാസ്റ്റിലുള്ള ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു ഡിഫെൻസീവായിട്ടുള്ള ഒരു സൈഡ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടതാണ് അവിടെ നമുക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഡീപ്പായിട്ട് വിഷമിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇവരുടെ ഇമോഷൻസിനകത്തും അല്ലെങ്കിൽ ഇവരിലും നമുക്ക് ഈ പറഞ്ഞ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കാണാം. പാസ്റ്റിൽ ഇവർക്കും നല്ലതുപോലെ ഹേർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ ഒരു പ്ലേ കൊണ്ട് ചില കാര്യങ്ങൾ മാനിപ്പുലേറ്റീവായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടാവാം. അതായത് തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കാതെ ഇരിക്കുന്നൊരവസ്ഥയിൽ തെറ്റിദ്ധാരണ വരുന്നതും, എന്നാൽ മൂന്നാമതൊരാൾ ഒരു തെറ്റിദ്ധാരണ വരുത്തി കൊടുക്കുന്നത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഇൻസിഡൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എനർജിയും കൂടി നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ ഒരു എനർജിയിൽ നമുക്ക് ആ ഒരു മിക്സിംഗ് അപ്പ് ഓഫ് ഫീലിങ്സ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം അതാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മനസ്സിലുള്ള ആ ഒരു, അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഇമോഷൻ എന്താണോ അത് പെട്ടെന്ന് നിങ്ങളോട് പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെമ്പി നിൽക്കുന്ന ഒരു എനർജി ഉള്ളപ്പോൾ തന്നെ പതിയെ പുറകിലേക്ക് പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആലോചിച്ച് മതി, ബേബി സ്റ്റെപ്സ് എടുത്ത് മതി എന്നുള്ള ആ ഒരു ചിന്താഗതി, ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഈ വ്യക്തിക്കും വളരെ ഹേർട്ട് ആവുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നത്. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാൻ അവരുടെ മനസ്സ് അവരെ പ്രേരിപ്പിക്കുമ്പോഴും അവരുടെ ആ ഒരു ലോജിക് മൈൻഡ് സെറ്റ് അവരെ ഒന്ന്
പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുമ്പോൾ പോലും അത് വേണ്ട, പതിയെ മതി എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ ഒരു വ്യക്തി പോകുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു സമൂഹത്തിലുള്ള ഒരു പൊസിഷൻ എന്താണോ, അല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെ പോയിട്ടുണ്ടാവാം. ദൂരെ പോയിട്ടുണ്ടാവാം മീൻസ് ഫിസിക്കലി അല്ല. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലൊരു ബ്രേക്ക് വന്ന ഒരു സമയത്തുള്ള ഒരു അവസ്ഥയിലായിരിക്കണം എന്നില്ല ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ വീണ്ടും നിങ്ങളുടെ ആ ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതെല്ലാം അവരുടെ മൈൻഡ് സെറ്റിനകത്തുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റീബർത്ത് അല്ലെങ്കിൽ ആ ഒരു റീതിങ്കിങ് ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ളതായിട്ട് കാണാം. വളരെ സ്ട്രോങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത്രയേറെ ഇൻറ്റൻസിറ്റിയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും. പക്ഷേ ചില കാര്യങ്ങൾ അവരെ പിന്നിലേക്ക് വലിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അവരുടെ ഇപ്പോഴത്തെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഒന്ന് കാമാക്കി നിർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ നോ കോൺടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് വരാൻ കഴിയാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചിലർക്കൊരു കാര്യമുണ്ട്, ബ്ലോക്ക്ഡ് സിറ്റുവേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബ്ലോക്ക് പോലും മാറ്റി ഒരു മെസ്സേജ് ഇട്ടിട്ട് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് അവര് അത്രത്തോളം ആഗ്രഹിച്ച് വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ പിടിച്ചു നിർത്തുന്നു. അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ തോന്നുന്നു. അല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നു. ഞാനിപ്പോൾ മെസ്സേജ് ചെയ്യേണ്ട സമയമല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയമല്ല. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലിരുന്നോട്ടെ എന്നുള്ളൊരവസ്ഥയിൽ മാറാറുണ്ട്. എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു എനർജി നമുക്ക് ഈ ഒരു പേഴ്സണിലും കാണാം എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ചൊല്ലി നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളോ ഇഷ്യൂസൊക്കെ നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ആ കാര്യങ്ങളുണ്ട്. അതും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോഴും അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ഇതിനകത്ത് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. ചിലപ്പോൾ നേരത്തെ നമ്മളെടുത്തപ്പോൾ നിങ്ങളും ഒരുപാട് അനുഭവിച്ചു അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു പെയിൻ ഉണ്ടായതും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യം അവരുടെ മനസ്സിനകത്ത് വരുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടാവാം ആ ഒരു സമയത്ത്. ചിലപ്പോൾ അങ്ങനെ വലിയൊരു കോൺഫ്ലിക്റ്റോട് കൂടിയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത് ചിലവർക്കെങ്കിലും. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീണ്ടും ഒരു ഹേർട്ട് ഉണ്ടാവാതിരിക്കാനായിട്ട് ഇവർ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടി സെൽഫ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഒരു സ്പേസ് ഇപ്പോഴും കംഫർട്ട് ആക്കി നിർത്തിക്കൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ വന്നു ചേരാനായിട്ട് കഴിയാത്തതെന്നുള്ളതാണ്. ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില സ്പ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ വാം വെൽക്കം ആയിട്ട് അല്ലെങ്കിൽ ഓടി വരുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. 2 കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത് കാണാം. ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാനും നിങ്ങളെ സ്വീകരിക്കാനും റെഡിയാണ്. പക്ഷേ അവരുടെ കയ്യിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ കയ്യിലൊരു കവചം പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അതായത് അതിന് പുറകിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വരട്ടെ എന്നുള്ള ഒരു അത് വെച്ച് നേരിടാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അവർ കുറച്ചൊന്ന് അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ഒരു വ്യക്തി നല്ലതുപോലെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റാര് നിങ്ങളുടെ ഫ്രണ്ട്സോ, കോമൺ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലൂടെ ആയിരിക്കും നിങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് അറിയാനും ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു മാറ്റം എന്താണ്? നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് ഇവർക്കൊരു ആക്ഷൻ എടുക്കാമെന്ന് കരുതിയിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്യുന്നത്. അതുമാത്രമല്ല അവർക്ക് കുറച്ചൊരു പൊസസീവാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ കാര്യത്തിലെന്ന് പറയുമ്പോഴത്തേക്കും അവർ നിങ്ങളെ ആ ഒരു വിട്ടുകൊടുക്കാനായിട്ടുള്ളൊരു മനസ്സില്ല. അതായത് ഇപ്പോൾ സെപ്പറേഷനാണ് രണ്ടുപേരും മിണ്ടുന്നില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവർ ഉണ്ടാവണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. എന്നാൽ അതേ സമയം തന്നെ അവരുടെ ഒരു മനസ്സെന്താണെന്ന് നിങ്ങളോട് പറയാനായിട്ട് തയ്യാറാവുന്നുമില്ല. അതാണ് നമ്മളിവിടെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം. നമ്മളിവിടെ ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ടാണോ കാണുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹമുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവരുടെ ഒരു ലോജിക് മൈൻഡ് സെറ്റ് അവരെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്.
അവരുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് വീണ്ടും ഹേർട്ട് ആവാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി. കാര്യങ്ങളൊക്കെ അവർ പതിയെ മതി, കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ആയിട്ട് മതി എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ പെയിൻ അനുഭവിക്കുന്നുണ്ടാവില്ല. കാരണം അത്രയും പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് വരാനായിട്ട് അവർ ശ്രമിച്ചേനെ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു പേഴ്സന്റെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരാതിരിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീകൺസിൽ ആവാം. പക്ഷേ അതിനായിട്ട് ഈ ഒരു വ്യക്തിയുടെ തന്നെ മൈൻഡ് സെറ്റ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അവർക്ക് ജസ്റ്റിസ് വേണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഒരു മെല്ലെ പോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിയാടി ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഒരു പരിധിവരെ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയായിരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതും തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്ക് ഓപ്പോസിറ്റുള്ള വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളുടെ ഈഗോ അതിനെ അനുവദിക്കില്ല. നമ്മളുടെ ഈഗോ ഹേർട്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് മനസ്സിനകത്ത് തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള താല്പര്യം നമ്മളിവിടെ ആ ഒരു ആദ്യമേ കണ്ടിട്ടുള്ള എനർജീസിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അത്രയേറെ അവർക്ക് നിങ്ങളോടൊരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ട്. പക്ഷേ അത് അവർ ഒന്ന് ബാക്കിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന റിലേഷൻഷിപ്പാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. ചില കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കി വരുന്നത്. അല്ലെങ്കിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടാവാം. നമ്മൾ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആയിട്ട് ചിലപ്പോൾ മാനിപ്പുലേറ്റീവ് ചെയ്ത് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ അധികം നന്നായിട്ട് തുറന്ന് സംസാരിക്കുമ്പോഴേ മാറുള്ളൂ. മാത്രമല്ല ഇവിടെ നമ്മൾ കണ്ടതുപോലെ ചിലപ്പോൾ നല്ലൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ദേഷ്യപ്പെട്ട് മാറിപ്പോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യം ആവാനും ചാൻസസ് വളരെ കൂടുതലാണ്. നല്ല പെട്ടെന്ന് ദേഷ്യപ്പെട്ടല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവുന്നത്. ചില കണക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് മാറിപ്പോകുന്ന കണക്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെയുള്ളൊരു കാര്യങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 4, നമ്പർ 11 ആൻഡ് നമ്പർ 20. അതുപോലെ തന്നെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ഏരീസ്, സ്കോർപ്പിയോ ആൻഡ് ലീബ്ര. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.